എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം. മാന്യതയുടെയും ഫാഷൻ്റെയും ഒരടയാളമായിട്ടാണ് ഇന്ന് പലരും മദ്യപാനവും അതുപോലെ മയക്കുമരുന്നിൻ്റെ ഉപയോഗവും അതേപോലെയുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം അതിന് അടയാളമായിട്ടാണ് ഇന്ന് പലരും തെറ്റിദ്ധരിച്ചു വച്ചിരിക്കുന്നത്. അവരുടെ തെറ്റിദ്ധാരണ മാറുമ്പോഴേക്കും മിക്കവാറും അവർക്കോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിനോ ആ സമൂഹത്തിനോ മരണമണി മുഴങ്ങിക്കഴിഞ്ഞിരിക്കും. അതായത് ഇതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്നുള്ള കാര്യം, അതായത് മനുഷ്യന് മദ്യവും മയക്കുമരുന്നും ഒന്നും അവൻ്റെ ശരീരത്തിന് ആവശ്യമില്ല എന്നുള്ള ബോധ്യം വരുമ്പോഴേക്കും ഒന്നുകിൽ അവർ മാരക രോഗത്തിന് പിടിയിൽ അമർന്നു കഴിഞ്ഞിരിക്കും, അല്ലെങ്കിൽ മരണപ്പെട്ട് കഴിഞ്ഞിരിക്കും. അതോടുകൂടി മിക്കവാറും അവരുടെ സാമ്പത്തികവും അവരുടെ ആരോഗ്യവും സകലവും നശിക്കുകയും ചെയ്യും. ഇത് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യമാണ്. വെറുതെ ഒരു രസത്തിന് വേണ്ടി ആരംഭിച്ചതായ പലരുടെയും മദ്യപാനവും മയക്കുമരുന്നിൻ്റെ ഉപയോഗവും പിന്നീട് അവർക്ക് മരിക്കുന്നത് വരെ നിർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ്. ഇരിക്കണേ, അതായത് 19 പരം രാസവസ്തുക്കളുടെ മിശ്രിതമാണ് ഈ പാൻ മസാല എന്ന് പറയുന്നത്. വിഷലോഹങ്ങളായ കാഡ്മിയം, ലെഡ്, നിക്കൽ, കുപ്പിച്ചില്ല്, ഉറക്ക ഗുളികയുടെ പൊടി എന്നിവയെല്ലാം ഉപയോഗിച്ചാണ് ഈ പാൻ മസാല നിർമ്മിക്കുന്നത്. ഏത് ലഹരി വസ്തുക്കളും 1 or 2 തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും അതിന് അഡിക്റ്റായിത്തീരുന്നു, അതിന് അടിമയായിത്തീരുന്നു. അത് നമ്മൾ സർവ്വസാധാരണമായിട്ട് നാം കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. ADMA എന്ന് പറയുന്നതായ മയക്കുമരുന്ന് ഗുരുതരമായ ഭവിഷ്യത്തുകൾക്ക് കാരണമായി തീർന്നിരിക്കുകയാണ്. MDMA പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ നിശാ പാർട്ടികളിലും സംഗീത നൃത്ത പരിപാടികളിലും ഇത് ഉപയോഗിച്ചിട്ട് ദീർഘനേരത്തേക്ക് അതിന് ലഹരി നിൽക്കും എന്നുള്ളത് കൊണ്ട് അവരത് ഉപയോഗിക്കുന്നു. കലാകാരന്മാരും അതുപോലെ കാണികളായിട്ട് വരുന്നവരെല്ലാം അത് ഉപയോഗിക്കുന്നു. അത് എന്തോ വലിയ സംഭവമായിട്ടാണ് ഇവരത് കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉപയോഗം കൊണ്ട് അഥവാ MDMAയുടെ ഗുരുതരമായ ഭവിഷ്യത്തുകൾ അനുഭവിക്കുന്ന വ്യക്തികളോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ അത് കണ്ടാൽ നമുക്ക് മനസ്സിലാകും. എന്നറിയാമോ, അവർ പലരും ഹൃദ്രോഗികളായിട്ട് മാറും, ഹാർട്ട് പേഷ്യൻസായി മാറും. കുറേ പേർക്കൊക്കെ ഓർമ്മക്കുറവ് വരും, വിഷാദരോഗമുണ്ടാവും, പരിഭ്രാന്തി ഉണ്ടാവും, മനോനില തകരാറിലാകും, കാഴ്ചക്കുറവുണ്ടാകും. ഇതെല്ലാം കൂടെ ഓരോ വ്യക്തിയിൽ സംഭവിച്ചു കഴിഞ്ഞാലുള്ള സ്ഥിതി എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ ഈ നാളുകൾ നമ്മൾ കണ്ടതാണ്. ഒരു കോളേജ് ക്യാമ്പസിൻ്റെ പുറത്ത് ഉള്ളതായ ഒരു മൈതാനത്ത് വെച്ചിട്ട് ആൺകുട്ടികളും പെൺകുട്ടികളും അതായത് MDMAയ്ക്ക് വിധേയരായി തീർന്നിട്ട് അതിന് അഡിക്റ്റായി തീർന്നിട്ട് അവർ കാണിച്ചു കൂട്ടുന്നു. അവർക്ക് എഴുന്നേറ്റ് നടക്കാനായിട്ട് പറ്റുന്നില്ല, എഴുന്നേറ്റ് നീങ്ങാനായിട്ട് പറ്റുന്നില്ല. അവർക്ക് പോലീസ് അധികാരികളും അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ വളഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് മാറിപ്പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. കുഴഞ്ഞ ചെളിക്കകത്ത് വീണ് കിടക്കുകയാണ്. ഇങ്ങനെയുള്ള എന്തെല്ലാം സംഭവങ്ങൾ എവിടെയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, ഇതിൽ നിന്ന് നീ ഇതിന് ഏതെങ്കിലും വിധത്തിൽ അഡിക്റ്റ് ആണെങ്കിൽ അതിന് എത്രയും വേഗം അതിനോട് വിട പറഞ്ഞിട്ട് നല്ല ഏതെങ്കിലും ഡോക്ടേഴ്സെ കണ്ടിട്ട് നീ ശരിയായ രീതിയിൽ മനോരോഗത്തിനും അതുപോലെ തന്നെ നിൻ്റെ ഹൃദ്രോഗത്തിനും അതുപോലെ തന്നെ വിഷാദ രോഗത്തിൻ്റെ പരിഭ്രാന്തിക്കും കാഴ്ചക്കുറവിനൊക്കെ നീ ചികിത്സ തേടേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ശ്രദ്ധിക്കണേ, നമ്മുടെ കലാശാലകൾ പലതും ഇന്ന് കലാപശാലകളായി മാറിയിരിക്കുന്നു. പല സ്ഥലങ്ങളും പല കോളേജുകളും കോളേജ് ക്യാമ്പസൊക്കെ കശാപ്പശാലകളായി മാറിയിരിക്കുന്നു. അവിടെ മൃഗീയമായ റാഗിങ്ങിനും വിധേയപ്പെട്ട് പലരും ആത്മഹത്യ ചെയ്യുന്നു, പലരെയും കൊന്നുകളയുന്നു. ലക്ഷക്കണക്കിന് രൂപ പല ബാങ്കുകളിലൊക്കെയും കടമെടുത്തിട്ട് ഇവർ പഠിക്കാൻ വിട്ടു കഴിയുമ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് കാണിക്കുന്ന കോപ്രായങ്ങൾ ഇതിൻ്റെ വില്ലനാരാണെന്നറിയാമോ? മയക്കുമരുന്നാണ്. ഇത് മദ്യത്തിൻ്റെ ലഹരിയിലാണ് ഈ കാര്യങ്ങളെല്ലാം ഈ കുട്ടികൾ കാണിച്ചു കൂട്ടുന്നത്. ഇതിനെക്കുറിച്ച് അധ്യാപകർ ചോദിക്കുന്നില്ല. ഇതിനെക്കുറിച്ച് ഇനിയിപ്പോൾ അധ്യാപകർ ചോദിക്കാൻ ഞാൻ അധ്യാപകരെ തല്ലും. അധ്യാപകർക്ക് ഈ പ്രാണഭയം ഉള്ളതുകൊണ്ടാണ് അവർ ചോദിക്കാത്തത്. മാതാപിതാക്കൾക്ക് ചോദിക്കാൻ പറ്റുകയില്ല. മാതാപിതാക്കൾ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവിടെ എന്തെങ്കിലും തച്ച് ഉടച്ച് അതായത് തകർത്തതിന് ശേഷം ഇറങ്ങിപ്പോകുന്നതായ പ്രവണത നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധാപൂർവം കേൾക്കുകയും അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകുവാനിടയാകണം. മാസങ്ങൾക്ക് മുമ്പ് ഒരു വിദ്യാർത്ഥി ഒരു ഡോക്ടറുടെ അടുക്കൽ കടന്നു വന്നു. ഡോക്ടറുടെ അടുക്കൽ ചികിത്സിക്കുന്നതാണ്. ഡോക്ടർ വന്നിട്ട് വായ തുറക്കാൻ പറഞ്ഞു.
ഇവരോട് വായ തുറക്കാൻ പറഞ്ഞപ്പോൾ വായ തുറക്കാണ്ട് കഴിയുന്നില്ല. ഏകദേശം ഈ 2 വിരൽ മാത്രം കടക്കത്തക്ക വിധത്തിലുള്ള അത്രയും അവന് വായ തുറക്കാനായിട്ട് കഴിഞ്ഞുള്ളൂ. ഡോക്ടർ പരിശോധിക്കുമ്പോൾ വായ്ക്കകത്ത് മുഴുവൻ ക്യാൻസർ പടർന്നിരിക്കുകയാണ്. അപ്പോൾ ഇവരൊക്കെ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാക്കി അവരെ പഠിപ്പിച്ച് കൊണ്ടിരുന്ന ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നല്ല കോളേജുകളിൽ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കാനൊക്കെ അവർ നല്ല ഡ്രസ്സ്, അതിനനുസരിച്ച ഡ്രസ്സ്, അതനുസരിച്ചുള്ള ഭക്ഷണം, അതിനനുസരിച്ചുള്ള ഹോസ്റ്റൽ, ഇതെല്ലാം സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന മാതാപിതാക്കന്മാർ ഈ കാര്യമൊന്നും അറിയുന്നില്ല. ഡോക്ടറെ വാ തുറക്കാൻ പറഞ്ഞപ്പോൾ വാ തുറക്കാൻ അവർ കഴിയുന്നില്ല. കാരണം ഡോക്ടർ നോക്കുമ്പോൾ 2 വിരൽ മാത്രം കിടത്താവുന്ന വിധത്തിലാണ് വാ തുറക്കാൻ പറ്റുന്നത്. ഇവൻ വാ തുറക്കുന്നുണ്ടോ, പല്ല് തേക്കുന്നുണ്ടോ, ഇവൻ കുളിക്കുന്നുണ്ടോ എന്നൊന്നും മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കുന്നില്ല. അതിലുപരി ഈ കോളേജ് ക്യാമ്പസിലുള്ള ഹോസ്റ്റലിലുള്ള ആടന്മാരും അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല. ഇനി അവർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അവർ ഭയപ്പെട്ടിട്ടാണ് ചോദിക്കാത്തത്. ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സുഹൃത്തെ, ഞാനൊരു കാര്യം നിന്നോട് വിളിച്ചു പറയാം. അതായത് നിന്റെ ഹാർട്ട് കംപ്ലൈൻറ്റ് വന്നാൽ ലക്ഷക്കണക്കിന് രൂപ മുടക്കി വേണമെങ്കിൽ ഹാർട്ട് മാറ്റി വെക്കാണ്ട് കഴിയും. അതുപോലെ നിന്റെ ലിവറിന് തകരാറ് വന്നാൽ നിന്റെ ലിവർ മാറ്റി വെക്കാനായിട്ട് കഴിയും. നിന്റെ കണ്ണിന് തകരാറ് വന്നാലും കണ്ണും മാറ്റി വയ്ക്കാം. കാൽമുട്ടിന് വേദന അസുഖം വന്നാൽ കാൽമുട്ട് മാറ്റി വയ്ക്കാം. ഇനി അത് സാധിക്കുന്നില്ല എങ്കിൽ പൊയ്ക്കാലുകൾ വെച്ച് പിടിപ്പിച്ച് നടക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ നിന്റെ വായ്ക്കകത്ത്, നിന്റെ നാവിനകത്ത്, നിന്റെ കവള്, നിന്റെ തൊണ്ട ക്യാൻസർ പിടിച്ച് തകർന്നാൽ എങ്ങനെ മാറ്റി വെക്കാനായിട്ട് കഴിയും? ഈ കാര്യമെങ്കിലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. സദൃശ്യവാക്യങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകം വിശുദ്ധ ബൈബിളിലുണ്ട്. അതിൽ ഒരു വാക്യം നിങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. സദൃശ്യവാക്യങ്ങൾ 23-ാം അധ്യായം, അതിന് 29 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ആർക്ക് കഷ്ടം, ആർക്ക് സങ്കടം, ആർക്ക് കലഹം, ആർക്ക് ആവലാതി, ആർക്ക് അനാവശ്യമായ മുറിവുകൾ, ആർക്ക് കൺചുവപ്പ്, വീഞ്ഞു കുടിച്ചുകൊണ്ട് നേരം വഹിക്കുന്നവർക്കും മദ്യം രുചിച്ചു നോക്കുവാൻ പോകുന്നവർക്കും തന്നെ എന്ന് പറഞ്ഞാൽ, ഇവിടെ കഷ്ടം, ഇവിടെ സങ്കടം, ഇവിടെ കലഹം, അതുപോലെ ആവലാതി, അതുപോലെ തന്നെ മുറിവുകൾ, ഇതെല്ലാം സംഭവിക്കുന്നത് ഭൂരിഭാഗവും മദ്യത്തിന് മയക്കുമരുന്ന് അടിമകളായിരിക്കുന്നവരാണ്. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിരത്തിലൂടെ ഓടിച്ചു പോകുന്നതായ ബൈക്ക്, നിരത്തിൽ ഓടിച്ചു പോകുന്ന കാറുകൾ, മറ്റുള്ളതായ ഡ്രൈവേഴ്സ്, മറ്റുള്ള വാഹനങ്ങളൊക്കെ പ്രാണഭയത്തോടെ ആയിരിക്കുന്നത്. അത് പോയി കഴിയുമ്പോഴാണ് ഒരാശ്വാസം വരുന്നത്. എന്താണ് ചോദിച്ചാൽ, ഇതെല്ലാം മയക്കുമരുന്നിൻ്റെ ലഹരിയിലാണ് എന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കുക. ഈ ഭവിഷ്യത്തുകൾ മുഴുവൻ ബാധിക്കുന്നത് ആരെയാണെന്നറിയാമോ? ഈ സമൂഹത്തെ മുഴുവനാണ് ബാധിക്കുന്നത്. ഈ ചിലർ പറയുന്നൊരു കാര്യമുണ്ട്, യേശുവാണ് വീഞ്ഞ് ഉണ്ടാക്കിയതെന്ന് പറയുന്നവരുണ്ട്. ശരിയാണ്. ഞാൻ ആ കാര്യം കൂടെ ഒന്ന് പറയാൻ താല്പര്യപ്പെടുക. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് എങ്ങനെയാണ്? അഥവാ ഇസ്രയേലിൽ, അഥവാ പാലസ്തീനിൽ അക്കാലത്ത് 3 തരം വീഞ്ഞ് നിർമ്മിക്കുമായിരുന്നു. 3 തരം വീഞ്ഞ് നിർമ്മിക്കുമായിരുന്നു. ഒന്ന് പാനീയമാണ്, അത് വിരുന്നുശാലകൾ, കല്യാണ ശാലയിൽ വിളമ്പുന്നതായിരുന്നു. അതാണ് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെ. അവിടെ വരുന്ന സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ ആബാലവൃദ്ധം ജനങ്ങൾക്ക് വിളമ്പുന്ന പാനീയമായിരുന്നു വീഞ്ഞ്. ആ വീഞ്ഞാണ് തീർന്നു പോയത്. ആ വീഞ്ഞാണ് യേശു നിർമ്മിച്ചത്. അല്ലാതെ യേശു നിർമ്മിച്ചത് മദ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വീഞ്ഞായിരുന്നില്ല എന്നുള്ള കാര്യം മറന്നു പോകരുത്. നിങ്ങൾ സമയം കിട്ടുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെ വാക്യം വായിക്കുക. ഒരു കല്യാണ വീട്ടിൽ കല്യാണ സദ്യക്കുള്ള വിളമ്പേണ്ടതായ പാനീയം തീർന്നുപോയി, വീഞ്ഞ് തീർന്നുപോയി. അതാണ് യേശു പച്ചവെള്ളത്തിന് മാറ്റം വരുത്തി അത് വീഞ്ഞാക്കി മാറ്റിയത്. രണ്ടാമത്തത് ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യത്തിൽ ശമരിക്കാരനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന നല്ല അയൽക്കാരനെ കുറിച്ചൊരു ഭാഗമുണ്ട് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ. അതിൻ്റെ 34-ാം വാക്യം വായിക്കുമ്പോൾ, ശമരിക്കാരൻ അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന വീഞ്ഞെന്ന് പറഞ്ഞാൽ ഔഷധമാണത്, അത് മരുന്നായിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് വീഞ്ഞിൻ്റെ രണ്ടാമത്തെ വെറൈറ്റിയാണത്. മൂന്നാമത്തത് കാണുന്നത് മദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് എഫേസ്യർ 5:18 വാക്യത്തിൽ അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞിട്ടുണ്ട്, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. അപ്പോൾ ദുർനടപ്പുണ്ടാകത്തക്ക വിധത്തിലുള്ളതായ ലഹരിയുള്ള മദ്യം അതും ഈ വീഞ്ഞിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അങ്ങനെ 3 തരം പാനീയങ്ങൾ അന്ന് പാലസ്തീൻ നാട്ടിൽ നിർമ്മിക്കുമായിരുന്നു. അതിലൊന്ന് പാനീയമായിട്ട് ഉപയോഗിക്കുന്നു, 2 മരുന്നായിട്ട് ഉപയോഗിക്കുന്നു, മൂന്നാമത്തത് മദ്യമായിട്ട് ഉപയോഗിക്കുന്നു. അപ്പം മൂന്നാമത്
ഞാൻ പറഞ്ഞത് അതല്ല യേശു നിർമ്മിച്ചെന്നുള്ള കാര്യം മറന്നു പോകരുത്. ആകയാൽ നോക്കിയേ, 2 കൊരിന്ത്യർ 6-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, അശുദ്ധമായതൊന്നും തുടരുതോ, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. അപ്പോൾ ദൈവവചനം പറയുന്നത്, ബൈബിൾ പറയുന്നത് അശുദ്ധമായതൊന്നും തൊടുവാനായിട്ട് പാടില്ലെന്നാണ്. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലയോ, ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. മാന്യസ്നേഹിത, മദ്യം കൊണ്ടോ മയക്കുമരുന്നുകൊണ്ടോ അതുപോലെ MDMA കൊണ്ടോ ഒക്കെ നിന്റെ ശരീരത്തെ നീ നശിപ്പിച്ചാൽ ദൈവം നിന്നെ നശിപ്പിക്കും കേട്ടോ. നിനക്ക് ഈ ലോകത്ത് മാത്രമല്ല പരലോകത്ത് പോലും നിനക്ക് ശാന്തതയും സമാധാനം ഉണ്ടാകുകയില്ലെന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കുക. വേണ്ടി ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് കടന്നു പോകട്ടെ. ആകയാൽ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ ലഹരി പദാർത്ഥങ്ങളൊന്നും, ഈ മദ്യമോ മയക്കുമരുന്നോ അതുപോലെ തന്നെ മറ്റുള്ളതായി മാറ്റി യാതൊരു ലഹരി പദാർത്ഥവും നിന്റെ ശരീരത്തിന് ആവശ്യമുള്ളതല്ല. അത് ഗുണം ചെയ്യുന്നതല്ല, അത് വിഷമാണ്. പേരിലത് മരുന്നെന്ന് പറയുന്നെങ്കിൽ തന്നെയും അത് വിഷമാണ്. അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക. ആകയാൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ. കണ്ണടയ്ക്കാൻ തലവണക്കാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുക. കണ്ണടച്ചാട്ട് തലവണക്കാട്ട്. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ ഞാൻ സ്തുതിക്കുന്നു, കർത്താവ് വാഴ്ത്തുന്നു. ഇന്ന് പല കുടുംബങ്ങളും കർത്താവ് മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയായിട്ട് കുടുംബങ്ങൾ തകർന്നു പോയിട്ടുണ്ട്. പല ഭവനങ്ങൾ തന്നെ ഇല്ലാതായി പോയിട്ടുണ്ട്. പല മാതാപിതാക്കന്മാർ കർത്താവ് ആത്മഹത്യ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പല മക്കൾ കർത്താവ് ഹല്ലേലൂയ, അതായത് ആ പ്രായത്തിൽ എത്തുന്നതിന് മുമ്പേ, ശരിയായ പ്രായത്തിൽ എത്തുന്നതിന് മുമ്പേ അവർ ആത്മഹത്യ ചെയ്യുകയോ മരണപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കർത്താവേ, പലരുടെയും ജീവിതം വല്ലാതെ പ്രയാസത്തിലേക്കും പ്രശ്നത്തിലേക്കും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അവരെല്ലാം നീ രക്ഷിക്കുമാറാകണമേ എന്നടിങ്ങ് പ്രാർത്ഥിക്കുകയാണ്. ആ സകലവിധമായ മദ്യപാനത്തിൽ നിന്നും ജനത്തെ നീ രക്ഷിക്കുമാറാകണമേ. യുവാക്കന്മാരെ രക്ഷിക്കണമേ. കോളേജ് ക്യാമ്പസിനെ നീ രക്ഷിക്കുമാറാകണമേ. ഞങ്ങളുടെ സമൂഹത്തെ അങ്ങ് രക്ഷിക്കുമാറാകണമേ. സമൂഹത്തെ കാർന്നു തിന്നുന്ന ഈ മാരകമായ ഈ വിഷത്തെ കർത്താവേ, ഞങ്ങളുടെ ക്യാമ്പസുകളിൽ നിന്നും ഞങ്ങളുടെ പ്രദേശത്തൊക്കെയും മാറ്റിക്കളയുവാൻ ഞങ്ങളുടെ ആക്കണമെന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് മുഖാന്തരമായിട്ട് അനുഭവിക്കുന്നതായ കർത്താവ് മാരകരം വ്യാധികൾ കൊണ്ട് ദൈവമേ, അനവധി കുടുംബങ്ങൾ, അനവധി വ്യക്തികളാണ് കർത്താവേ ഈ ലോകത്ത് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അതുപോലെ തകർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവെ, അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുവാൻ ഞങ്ങളുടെ ആക്കണമേ എന്നൊരു പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവ് കേൾക്കുന്നതായി, ഈ വചനം കേൾക്കുന്നതായി ആ സഹോദരൻ, ആ സഹോദരി, ആ മാതാവ്, ആ പിതാവ്, അവർ കർത്താവിനെ കണ്ടെത്തുവാൻ ഞങ്ങളുടെ ആക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശരീരം കർത്താവ് ഹല്ലേലൂയ മന്ദിരമാണല്ലോ, ദൈവത്തിൻ്റെ മന്ദിരമാണല്ലോ. ആ ഉത്തമബോധ്യത്തോടുകൂടി ഈ ശരീരത്തെ നശിപ്പിക്കുന്ന സകല ലഹരി പദാർത്ഥങ്ങളെ ഉപേക്ഷിച്ച് ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുവാൻ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടിയാൽ സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.